വടക്കൻ കേരളത്തിലെ പ്രഥമ ബസിലിക്കയായി കോഴിക്കോട് രൂപതയിലെ മാഹി സെന്റ് ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തെ ഫ്രാൻസിസ് പാപ്പ ഉയർത്തി. ശതാബ്ദി നിറവിലായ കോഴിക്കോട് രൂപതയ്ക്ക് ലഭിച്ച അംഗീകാരവും ക്രിസ്മസ് സമ്മാനവുമായി ഈ അംഗീകാരത്തെ സ്വീകരിക്കുന്നതായി കോഴിക്കോട് രൂപത ബിഷപ്പ് വ്യക്തമാക്കി. രാജ്യത്തെ ചരിത്രപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഫ്രഞ്ച് ഭരണ പ്രദേശമായിരുന്ന മയ്യഴിയിലെ സെന്റ് തെരാസസ് പള്ളി. 1736 സ്ഥാപിക്കപ്പെട്ട പള്ളിയാണിത്. ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിശുദ്ധ തെരേസയുടെ തിരുസ്വരൂപം കൊണ്ടുവന്ന പോർച്ചുഗീസ് കപ്പൽ മാഹി തീരത്തെത്തിയപ്പോൾ നിശ്ചലമായെന്നും അവിടെ രൂപം ഇറക്കണമെന്ന ദർശനമുണ്ടായെന്നുമാണ് ചരിത്രം പറയുന്നത്. അന്നു മുതൽ കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത്. വടക്കൻ കേരളത്തിൽ ഇതുവരെയും ഒരു ദേവാലയവും ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല. മലബാറിലെ മണ്ണിലെ പ്രഥമ ബസിലിക്കയായി ഇനി മുതൽ മാഹി തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടും. കേരളത്തിലെ 11ാമത്തെ ബസിലിക്കയാണ് മാഹി പള്ളിയെന്ന് കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. മാഹി അല്ലെങ്കിൽ മയ്യഴി ദേവാലയം ഫ്രാൻസിസ് പാപ്പ ഒരു ബസിലിക്കയായി ഉയർത്തിയിരിക്കുന്നു. മലബാറിൽ ആദ്യമായിട്ടാണ് ഒരു ബസിലിക്ക മാർപ്പാപ്പ നൽകുന്നത്. കേരളത്തിൽ ആകെ ഉള്ളത് 10 ബസിലിക്കകളാണ്. ആ ബസിലിക്കകളിൽ ഒന്ന് ഈ മയ്യഴി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അമ്മ ത്രേസ്യയുടെ ദേവാലയമായിരിക്കും. റോമൻ സഭയുമായും പരമോന്നത കത്തോലിക്ക സഭയുടെ അധികാരിയുമായ മാർപ്പാപ്പയുമായുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇടവും സജീവവും അജപാലനവുമായ ആരാധ്യക്രമത്തിന്റെ കേന്ദ്രവുമാണ് ബസിലിക്കകൾ. അമൃത ന്യൂസ്, കോഴിക്കോട്.